വരെ പോണ്ടേ? എവിടുന്ന രൂപ? ഞങ്ങളുടെ നിക്ഷേപ കുടിക്കാൻ എത്തുക. ഇത് മക്കളെ കൊണ്ടുവന്ന് നിക്ഷേപ കുടുക്ക തന്നെ ഇട്ടേക്ക്. മുത്തശ്ശിക്ക് പോകാൻ വേറെ രൂപയുണ്ട്. നിക്ഷേപ കുടുക്ക ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ. അല്ല രൂപ എടുത്തത് വാങ്ങിക്കാം മുത്തശ്ശി. മുത്തശ്ശി മേടിക്ക്. ആ രൂപ വാങ്ങിക്കണം ചേച്ചി. സ്വന്തം അമ്മയുടെ ശാപം അവരുടെ അച്ഛൻ കിട്ടാതിരിക്കട്ടെ. വാങ്ങിച്ചോളൂ ചേച്ചി. എന്റെ മക്കളെ, അവരുടെ പിള്ളേരോടെ പോയി നാശമായല്ലോ. ആ എനിക്കങ്ങനെ അറിയാം. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്തെങ്ങനെ കളിക്കാൻ പോയതായിരിക്കും. ആ വരുന്നുണ്ടല്ലോ. എവിടെ പോയിരുന്നാ ചോദിച്ചത്? ഞങ്ങൾ മുത്തശ്ശിക്ക് രൂപ കൊടുക്കാൻ പോയതാ. മുത്തശ്ശിക്ക് രൂപ കൊടുക്കാനോ? എന്തിന്? ഒന്നും കൊടുക്കാതില്ലേ മുത്തശ്ശി പറഞ്ഞു വിട്ടത്? അതുകൊണ്ട് ഞങ്ങൾ നിക്ഷേപ കൊടുക്ക പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന രൂപ എല്ലാം എടുത്തു കൊണ്ടുപോയി കൊടുത്തു. വാങ്ങിച്ചു വാങ്ങിച്ചു. അവർക്ക് എവിടെയുണ്ട്? ബസ്സിനകത്ത് നിൽപ്പുണ്ട്. കുട്ടികൾ നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ വാസന്തി. കുട്ടികളും കൊള്ളാം, വലിയവരും കൊള്ളാം. നമ്മൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. എന്തെങ്കിലും കൊടുത്തയക്കേണ്ടതായിരുന്നു അല്ലേ? എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത്ര വലിയ ബന്ധമായിപ്പോയി കൊണ്ട് കൊടുക്കും. വടക്കോട്ടേക്ക് ബസ് വല്ലതും പോയോ? പോയല്ലോ. എന്താ സാറേ? എന്റെ അമ്മ അവരും മറ്റേ സ്ത്രീ കൂടെ വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. ഓഹോ. അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അതെ, അയാൾ തന്നെ. അയാളെ കൂടെ ഞങ്ങൾ പോകൂ. അയാളല്ലേ മറ്റടുത്ത് പോകുന്നൻ? മറ്റടുത്ത് പോകുന്നില്ല ആശാനെ, ഭജന പോകുന്നൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് ചേർത്ത് വിടുന്നോ? ഇപ്പൊ അറിയണം. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടണി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. ഞങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കളി കാശില്ല. അവസാനം ഞങ്ങളെ ഞാമിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് കിടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ഇവിടെ ഓടാ. ആർക്കാണ് രൂപ വേണ്ടത്? കയ്യിലുള്ള മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുവാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു കൊണ്ട് രൂപയാണ് ചോദിച്ചത്. തരാതെ മടിയണ്ടാ? മനസ്സിലാ? നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ച് തോറ്റോ? തോറ്റു. ഇന്ന് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ട് കളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി വന്ന് കത്തി കാണിക്കുന്ന എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല, ചിലപ്പോ ചങ്കിന് കയറി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഒക്കെ ഭാഗ്യമാ. അത് ശരിയാ. അല്ലെങ്കിൽ ശവന്റെ നോക്കേണ്ടി ആരുടെ? നിന്റെ. അയ്യോ, ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട, കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്നെ വെളിയിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചുമ്മാതിരിക്കും മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കിൽ വാരാ. ഓ, രക്ഷപ്പെട്ടു. എന്റെ ഓഫീസിൽ തന്നൊക്കെ ഞാൻ പോയിക്കോളാം. ഒരു 10 രൂപ കൊടുത്തേ. 10 രൂപയോ? അമ്മയുടെ ഒച്ചയും പോലോടൊക്കെ തരണല്ലോ 100 രൂപ. ആ 15 കൂടെ. എനിക്കത് 150. അപ്പൊ എനിക്കോ? എന്റെ മോളുടെ പെട്ടിയിലിരുന്ന രൂപയല്ലേ? പക്ഷേ പുറത്തിറക്കിയ ഞങ്ങളല്ലേ? അല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം. കണക്കല്ല നമുക്ക് ക്ലബ്ബിൽ പോയിരുന്നു പറയാം. ചുമ്മാ പറയാം. നമ്മൾ മത്തങ്ങാമാധുവല്ലേ? നമ്മളിടത്തിനും പറഞ്ഞു. എന്താ അത് മത്തങ്ങാമാധുവ അല്ലേ? അയ്യോ, പിന്നെ അത് തന്നെ പറയാതെ. ആശാന്റെ സ്വന്തം സഹോദരിയാ മത്തങ്ങ. അയ്യോ, മത്തങ്ങ നിങ്ങൾ സഹോദരിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സത്യം.
ചേട്ടാ ചേട്ടാ ആ നിങ്ങൾ ക്ലബിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അപ്പോഴേ രൂപ ഉണ്ടായില്ല. മാധവനെ വിളിച്ചായിരുന്നു. കല്യാണം വിളിച്ച് പോയാൽ പിന്നെ വിളിക്കാതിരിക്കാൻ നിൽക്കുവോ? ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ക്ലബിൽ നിന്ന് പോയാൽ സമയം കിട്ടണ്ടടി, അവിടെ ഭയങ്കര തിരക്കല്ലേ. ഓ ചേട്ടന്റെ ഒരു തിരക്ക്. ഈ കയ്യിൽ എന്തോന്ന്? അയ്യോ മാധവ, ഇത് വേറൊരാളുടെ രൂപ. ആരുടെ രൂപ എന്താ ചേട്ടാ? ഞാനല്ലേ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമുണ്ടെന്നോ? പെണ്ണിന് ഫീസ് കൊടുക്കാനാ ചേട്ടാ. എല്ലായിടത്തും അവിടെ നല്ലപോലെ പഠിക്കാൻ പറഞ്ഞടി. കുടുംബത്തിൽ നിന്ന് ഒരുത്തെങ്കിലും കണ്ണുകളിഞ്ഞ് വരട്ടെ. പിന്നെ ഒരു കാര്യം, സർക്കിട്ട് പരിപാടിയൊക്കെ ഇന്നത്തെ കൊണ്ട് നിർത്തിയേക്കണം. നാളെ മുതൽ എന്നെ കിട്ടില്ല. ഇത് ഇന്നലെയും പറഞ്ഞില്ലേ? നമ്മളിങ്ങനെ ദിവസവും ക്ലാസ് കെട്ടിയുന്നത് ശരിയല്ല. അവസാനം ഇത് കേട്ടാ വലിയ നിർബന്ധമെന്നാണെന്ന് തോന്നുമല്ലോ. വേണ്ട, ഞാൻ തിരിച്ചു പോയിക്കോളാം. നാളെ മുതൽ എന്നെ വിളിക്കുകയും ചെയ്യരുത്. അങ്ങനെ അങ്ങോട്ട് പണിയാലോ? ഞാനൊരു പാവല്ലേ ലേഖേ? അതേത് ഇവിടെയൊക്കെ ആളുകൾ കാണുമെന്നുള്ള പേടി കൊണ്ടില്ലേ? അല്ലെങ്കിൽ ഈ പാവത്തിന് എനിക്കറിയാൻ പാടില്ലേ? എന്റെ ഡാഡിക്ക് ഭയങ്കര വാശി, എന്നെ കളക്ടറാക്കണമെന്ന്. അതിന് ഞാനെന്ത് വേണം? ക്ലാസ് കെട്ടിയ കളക്ടറാകൂ? ഞാൻ അത് തന്നെയാ ചോദിക്കുന്നത്. എന്റെ മമ്മിക്കും വാശിയുണ്ട്. എന്നെ ഡോക്ടറാക്കണമെന്നാ മമ്മിയുടെ വാശി. അപ്പൊ കൊഴുവല്ലേ മോളെ? കളക്ടറും ഡോക്ടറും തമ്മിൽ ചേരൂ. ആ ചെടി തിരക്ക്. ഞാൻ എന്റെ ക്ലാസ്സിൽ പോന്നു. പിന്നെ കുറെ പോകും.